ഓക്കെ, സ്പൈഡർമാൻ ഗ്രാനിയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, പുള്ളിക്കാരത്തെ എവിടെയാ ഇല്ലെന്ന് എനിക്ക് അറിയില്ല, നമുക്ക് നോക്കാം. അതിനുമ്പേ ഇതോക്കടാ, ദി അമേസിംഗ് സ്പൈഡർമാൻ ആൻഡ് ദ വെനം ഉണ്ട്. എന്റെ മോനെ, അതിന്റെ അപ്പുറത്ത് വേറെ ആരും ഉണ്ട്, നോക്കട്ടെ. താപ്പി മോനെ. അത് വേണ്ട മോനെന്ന് വിളിച്ചിട്ട് തലക്കെട്ടടിക്കാനല്ലേ ഗൈസ്. നമുക്ക് ആദ്യം ഇവിടുത്തെ പേടമാനെ എവിടെയെങ്കിലും പൂട്ടിയിടണം, എന്നാലേ തടപടിയാവും കേട്ടോ. ഇത് ഭയങ്കര സീനാണ് ഈ ഗെയിം പ്ലേ. ഓക്കെ ഗൈസ്, ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഓക്കെ, ഇവിടെ എന്താ നോക്കട്ടെ. ഇവിടെ എന്താണ്? ഇതാ ഗണ്ണിന്റെ പാർട്ട് ഉണ്ട് ഇവിടെ. ഓക്കെ, അതവിടെ കിടക്കട്ടെ. നമുക്ക് ഇതിന്റെ അകത്ത് എന്താ നോക്കാം. മൈ ഗോഡ്, ഇതിന്റെ അകത്ത് ടെഡി. ടെഡി തന്നെ. ടെഡിയുടെ കളറൊക്കെ നോക്കണം. എന്തൊരു അപ്പീല് വീണ. ഓക്കെ, നമ്മുടെ പുള്ളിക്കാരത്തി, ഐ മീൻ നമ്മളെ പേടമ വരുന്നതിന് ഒപ്പിട്ട് നമുക്ക് താഴെ പോകണം. എന്നിട്ട് ഈ ഒരു സാധനം ആ ഡോറിന്റെ അകത്ത് എത്തിയിട്ട് നമുക്ക് സൗണ്ട് ആക്കിയിട്ട് പേടമാനെ കൊടുക്കാൻ പറ്റുമോ നോക്കാം. അതിനു മുന്നേ ഇതിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഓക്കെ, സ്പാർക്ക് പ്ലഗ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാർ എസ്കേപ്പിലെ ഫസ്റ്റ് സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. സോ ഇതായിട്ട് നമ്മുടെ പേടമാന്റെ കാർ എന്താ മോണെ പോയി സാധനം. ഓക്കെ, സോ ഗൈസ്, നമ്മൾ കാർ സ്കിപ്പാണ് ചെയ്യേണ്ടത്. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. ഓക്കെ, ഇതെന്താണ്? നമ്മുടെ ഗണ്ണിന്റെ പാർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു പാർട്ട് മേലെ ഉണ്ട്, ഒരു പാർട്ട് കിട്ടി, ഒരു പാർട്ടും കൂടെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തലക്കൊരു തുളയിട്ട് കൊടുക്കരുത്. ഓക്കെ, അതിനുമേ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യിപ്പിക്കണം. ഇതിന്റെ അകത്ത് ഇടണം. നമുക്ക് കാറിൽ പോയിട്ട് ഒളിച്ച് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ ആ ഡോർ അകത്തേക്കാണ്ടി അടയുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനമാവും. എന്തായാലും നമുക്ക് ലമ്മച്ച് വരുന്നവരോട് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അതാ വരുന്നുണ്ട്. ആളെത്തിയിട്ടുണ്ട്. പേടമാന ആയിന്നയിലുണ്ട് ആ പഴയ ലമ്പിച്ചിട്ട് ബുദ്ധി തന്നെ. എവിടെ സൗണ്ട് കേട്ടാലും ആഴ ഓടിപ്പാൻ വരും. ഓക്കെ, ഇവിടെ കിടക്കട്ടെ, നമുക്കിത് ക്ലോസ് ചെയ്യാം. ലമ്മച്ചി എന്തായി നോക്കട്ടെ. ലമ്മച്ചി, ആ മാസ്ക് ഒന്ന് വെച്ചിട്ട് ആ പഴയ തിരുമോന്തൊന്ന് കാണിക്കാൻ പറ്റുമോ? എന്താലേ, നമുക്ക് ആദ്യം പോയിട്ട് ഈ ഗണ്ണിന്റെ പാർട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ വെക്കാം. ഇല്ലെങ്കിൽ വയ്യം മറന്നു പോകും. ഇനി ഒരു പാർട്ട് മേലെയുണ്ട്, മറ്റൊരു പാർട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് ഗണ്ണെടുക്കാൻ പറ്റും. അതിനുമ്പേ ബാക്കി കാര്യങ്ങളൊക്കെ തപ്പണം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഗാസോലിൻ കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഈ കാർ കിട്ടേണ്ട ഗാസിൽ ഞാൻ ഏടെ കുത്തിപ്പൊളിച്ച് വയ്ക്കാനാണ്. എന്തായാലും ഇവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് മേലൊക്കെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ തപ്പാനുണ്ട്. കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ തപ്പാൻ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറെ ബഗ്ഗൊക്കെ ഉണ്ട് കേട്ടാ. ഇതെന്താ, ഇതേതോ സ്പൈഡർമാൻ ഗെയിമത്തെ ഫോട്ടാന്നാ വന്നട്ടാ. എന്റെ പൊന്നുക്കൈസ്, ഇവിടെ എവിടെ നോക്കിയാലും സ്പൈഡർമാൻ അല്ലാണ്ട് കാണാൻ പറ്റില്ല. കുറെ ചെലന്തിയും സ്പൈഡർമാൻ തന്നെ. ഓക്കെ, ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഐ തിങ്ക് ഇവിടെ ഇതാ എൻജിൻ പാർട്ട് കിട്ടി. ഓക്കെ, തകു എൻജിൻ പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ബുക്കും കാണുന്നുണ്ട്. നമുക്ക് ഈ എൻജിൻ പാർട്ട് കൊണ്ടുപോയിട്ട് താഴെ ഫിറ്റ് ചെയ്യണം. അതിനു മുമ്പേ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ, ഇവിടെ ഒരു മീറ്റ് ഉണ്ട്, അതിപ്പോ നമുക്ക് എടുക്കണ്ട. ഓക്കെ, വേറൊന്നുമില്ലേ? ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. അതുമല്ല, ഈ ഒരു ഫുള്ള് സ്റ്റിക്കർ അടിച്ച് കണക്കായതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും പാർട്സ് അതിന്റെ അകത്ത് എന്തെങ്കിലും കാണാൻ പറ്റുന്നില്ല നമുക്ക്. ഓക്കെ, ഇതിന്റെ അകത്ത് എന്തോ ഉണ്ട്. ഷോർട്ട് കട്ടിന്റെ പാർട്ട്. മൈ ഗോഡ്. അപ്പൊ ഗണ്ണ് റെഡിയാക്കാനുള്ള സാധനം, ലാസ്റ്റ് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ കിടക്കട്ടെ. നമുക്ക് ഒരു ഗണ്ണിന് ഇത് ഫിറ്റ് ചെയ്തിട്ട് വരാം. ഉള്ളപ്പോ നിന്നുള്ള അമ്മച്ചിട്ട് തല അടിച്ചങ്ങ് പൊളിക്കലുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കോക്ബീൽ ഉണ്ട്. നമുക്ക് ആദ്യം ഈ ഗണ്ണ് കൊണ്ടിട്ട് താഴെ പോയിട്ട് ഫിറ്റ് ചെയ്യാം. നമുക്ക് ഒരു പാർട്ടും കൂടെ എടുക്കാനുണ്ട്. അത് നമ്മളെ മറ്റേ ടെഡ്ഡിബേറിന്റെ റൂമിലാണ്. ആവേശം കൊണ്ട് ഓടിച്ചാടി വന്നതാണ് ഗണ്ണ് എടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പൊ ഒരു പാർട്ടും കൂടെ വേണം. ഓക്കെ, നമുക്ക് എന്തായാലും ആദ്യം ഈ ഒരു ബുക്ക് കൊണ്ടുപോയിട്ട് മേലെ കൊണ്ടേക്കാം. എന്നിട്ട് അതിന്റെ അകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. സ്പൈഡർ റൂം ഒക്കെ എങ്ങനെയായിരിക്കും ഒരു പിടുത്തൂല്ല. ഓക്കെ, ഇതിന്റെ ബേക്കിൽ സ്വിച്ച്. ഓക്കെ, ഇവിടെ ഉണ്ട് ഓപ്പൺ. മൈ ഗോഡ്, അതാ ലമ്മച്ചി. എന്റെ മോനെ, കണ്ട് ഇപ്പൊ നമ്മൾ പിടിക്കും ഉറപ്പാ. ഇങ്ങോട്ട് തിരിഞ്ഞേക്കാം. പിടിക്കും. ഗൈസ്, അതില്ലേ നമ്മള് ഷോർട്ട് റേഞ്ച് എന്നായിരുന്നു അതിന്റെ അകത്ത് കയറിയത്. അതാ പറ്റിപ്പോയത്. ഓക്കെ, നമ്മൾ ഔട്ടാക്കിയിട്ട് നമ്മളെ കയ്യിൽ ബുക്ക് കാണുന്നുണ്ട്. മൈ ഗോഡ്, നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് എന്തായാലും അവിടെ വെക്കാം. എന്നിട്ട് അടുത്ത പരിപാടി വെക്കാം. അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പൊന്ന്, ഇതാ കാർ ബാറ്ററി. ഓക്കെ, കാർ ബാറ്ററിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി വ്രഞ്ച് കിട്ടണം നമുക്ക്. പിന്നെ കുറച്ച് സാധനങ്ങളൂടെ. ഒക്കെ, കാർക്കിയൊക്കെ കിട്ടാൻ. ഇതൊക്കെ ഇനി പാനാ. ഇവിടെ ആളെ കാണുന്നില്ല. അതാ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താ അത്? മൈ ഗോഡ്, അതാ വന്ന്. എടാ, സാധാരണ നമ്മളിത് വെക്കുമ്പോ ഇത് എണീച്ച് പോലാണ് പെരങ്ങിയിട്ട്. ഇതിപ്പോ ഓൾറെഡി ഇൻവിസിബിൾ ആയിട്ട് ഉണ്ടായത് ഇപ്പൊ വിസിബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് എന്തൊക്കെയോ ബഗ്ഗാണ്. അതാണ് അങ്ങനെ. അതാ തള്ള വരുന്നത്. എന്താ മോനെ, പേടമാനത് വലയിടാണ്ട് വരുന്നത്. എന്തല്ലോ, നമുക്ക് ഈ ഗൺ പാർട്ട് കൊണ്ടുപോയി താഴെ വെച്ചിട്ട് ആ തള്ളക്കിട്ടൊന്ന് പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, പേടമൻ വരുന്നുണ്ടോ നോക്കണം. ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, പേടമൻ ഇങ്ങോട്ട് വരട്ടെ. നമുക്ക് ഗൺ പാർട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ചിട്ട് ഗണ്ണിങ്ങനെ എടുത്തിട്ട് ഊരിയിലോട് എടുക്കത് കളിക്കില്ല. മൈക്കോട്ട്. ഓക്കെ, ഊരിയിലോട് ആയിട്ടുണ്ട്. ബാബാ എവിടെ ഉണ്ടെങ്കിൽ വന്നോ. തലക്കിട്ട്. ഒരു മിനിറ്റ് അടഞ്ഞാറി. മൈക്കോട്ട് ഗൈസ്, ബഗ്ഗാണ്. ഗണ്ണിന്റെ ഫയർ ബട്ടൺ കാണുന്നില്ല. എന്റെ പൊന്നളിയോ. തീരുമാനായി. അടിപൊളി. ദാണ്ട വരുന്നതള്ള. എടാ, ബഗ്ഗാണ്ടേ നോക്കറാ.
എന്റെ പൊന്നിതല്ല ബുള്ളറ്റ് ഒന്ന് ഫയർ ചെയ്യാൻ പറ്റില്ല. അവിടെ തലക്കിട്ടൊന്ന് തരാം അതിനെ കൊണ്ട്. എന്താലേ നമുക്ക് ഇതിന്റെ അകത്ത് കയറി പോവാം. ഫുള്ള് സീനാണ് ഗൈസ്. ഇതോക്കറാ. ഇവിടെ മൊത്തം ഡാർക്ക് തീമിലുള്ള സ്റ്റിക്കർ അടിച്ചിനി. ഈ തള്ളക്ക് ശരിക്കും ഭ്രാന്തായിട്ടില്ല കേട്ടോ. സ്പൈഡർമാന്റെ ഭ്രാന്താണ് മൊത്തം. എവിടെ നോക്കിയാലും പേടമാനെ അല്ലാണ്ട് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതെന്താണ് എന്റെ മോനെ ഗൈസ്, നമ്മുടെ അയൺമാന്റെ ബ്ലൂ പ്രിന്റ് ഇടക്കില്ലേ? എടാ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടാ. ഐ ലൈക്ക് ഇറ്റ്. ഇത് പൊളിയായിട്ടുണ്ട്. എനിക്ക് ഈ ഗെയിമിൽ ആകെ ഇഷ്ടപ്പെട്ട ഈ ഒരു സംഭവമാണ്. ഇത് നൈസ് ആയിട്ടുണ്ട്. നമ്മുടെ അയൺമാന്റെ ബ്ലൂ പ്രിന്റ് ഇടക്കിയുണ്ട്. ഓക്കെ, ഇവിടെ വാട്ടർ മെലോൺ കാണുന്നുണ്ട്. വാട്ടർ മെലോണിന്റെ ഒക്കെ ഒരു കോലം നോക്കറാ. ഇനി ക്രോച്ച് ചെയ്തിട്ട് നമുക്ക് മൂവ്മെന്റ് കിട്ടൂല. തീരെ മൂവ്മെന്റ് ഇല്ല ക്രോച്ച് ചെയ്തിട്ട്. അതാണ് ഞാൻ അവിടുന്ന് സ്കിപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇതിനകത്ത് എന്താണ്? പ്ലേ ഹൗസ് കീ കിട്ടി. നമുക്ക് എന്തായാലും പ്ലേ ഹൗസ് തുറന്നു നോക്കാം. ഈ പൂട്ട് തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് എന്തായാലും അമ്മച്ചി ഇങ്ങോട്ട് വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഇതിന്റെ അകത്ത് കയറിക്കാം. അല്ലെങ്കിൽ അടിയോടെ അടി വാങ്ങേണ്ടി വരും. ഓക്കെ, ഇവിടെ നമുക്കാണെങ്കിൽ 2 കോപ്പിയിൽ വേണം. എന്നാലും നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് എന്തൊക്കെ ഒന്ന് കിട്ടും. ഐ തിങ്ക് നമുക്ക് ഒരു പെഡ്ലോക്ക് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഗ്ലിച്ച് ഉപയോഗിച്ചിട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ നൈസ് ആയിരുന്നല്ലേ. അങ്ങനെ ഇരുന്നിട്ട് ഒരു ഗ്ലിച്ച് യൂസ് ചെയ്തിട്ട് അങ്ങ് എടുത്തിട്ട് പോവായിരുന്നു. അതാ ഞാൻ പറഞ്ഞില്ലേ, തള്ള വന്ന് എന്താ മോനെ. ഓക്കെ, നമുക്ക് ഈ ഡോർ അങ്ങോട്ട് അടച്ചേക്കാം. ഇതിന്റെ അകത്തായിട്ടും കുഞ്ഞു പാന് വരണ്ട. ഓക്കെ, ലെമച്ചി ഹൈഡ് ആൻഡ് സീക്ക് ഓറിയൊന്നുമില്ല. ഒരു ക്രാക്ക് ചാക്ക് കിട്ടി നടക്കുക. എന്താണ് മൈൻഡ് ആക്കാണ്ട് പോണേ ഇങ്ങോട്ടൊക്കെ. ഗൈസ്, നിങ്ങൾ ഇതുവരെ സ്പൈഡർമാന്റെ ഫുൾ സൈസ് ജുബ വേർഷൻ കണ്ടില്ലെങ്കിൽ ഇപ്പൊ കണ്ടോ. ഇതാ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാണ്. ഒരു അന്തും കുന്തൂല്ലാത്തൊരു സാധനം തന്നെ. ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. പൊക്കോ ഇവിടെ ആരും ഇല്ല. ഓക്കെ, പോയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മള് ബാറ്ററി എടുക്കണം. അത് എവിടെയോ ആണ്. ഓക്കെ, ഇവിടെ ബാറ്ററി ഉണ്ട്. ഇത് നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ കാറിൽ ഫിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എഞ്ചിൻ പാർട്ട് എടുത്തിട്ട് വരാം. ഓക്കെ, നമ്മുടെ ബാറ്ററി സെറ്റായി, എഞ്ചിൻ പാർട്ട് ഓക്കെ ആയി, സ്പാർക്ക് ബ്രഗും ഓക്കെ ആയി. എല്ലാം കൂടെ നമ്മൾ ചെറുപറാന്ന് കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ചെറുതായിട്ട് കുറച്ച് പണി കിട്ടി. വേറൊന്നുമല്ല, അടുപ്പിച്ച് 2-3 അടി കിട്ടി. അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. എന്താ പറയാ, ഇപ്പൊ Day 5 ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എസ്കേപ്പ് ആകാന്നുള്ളത് ഭയങ്കര പ്രയാസകരവും ദുഷ്കരവുമായിട്ടുള്ള കാര്യമാണ് സുഹൃത്തുക്കളെ. സോ ഇതോക്കറാ, പീസ് ഓഫ് പിക്ചർ മറ്റേ വെനത്തിന്റെ ആണ്. എന്താ മോനെ, ഇത് വെച്ചൊരു പരിപാടി. ഇത് ഇതിന്റെ അകത്തിടാൻ പറ്റുമോ നോക്കട്ടെ. ഇതിന്റെ അകത്തിട്ടതിനാൽ അമ്മച്ചി നമുക്ക് പ്ലാങ്ക് പൊളിച്ചിരും. നോക്കട്ടെ. അടിപൊളി. അതിനും കൂടെ ഒരു തീരുമാനമായി. ഇപ്പൊ വരും. വന്ന് അമ്മച്ചി വന്നിട്ടുണ്ടേ. ഓക്കെ, ഇനി അത് പൊട്ടിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ അതിന്റെ അകത്തേക്ക് അതൊക്കറാ. എടാ, ഒലക്കനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോ പ്ലാങ്ക് ഇപ്പൊ വീഴുന്നു. അതാ വീട്. എന്താ മോനെ ലമച്ചി, താങ്കു എന്ത് പറയാനാ ഗൈസ്. ഞാൻ വിചാരിച്ച ആ പ്ലാങ്ക് പൊട്ടൂലെന്ന്. പക്ഷെ വർക്കിംഗ് ആയിരുന്നു, നൈസ് ആയിട്ടുണ്ട്. എന്തായാലും ലമച്ചി പോയി കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്ലാങ്ക് വെച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് അതിന്റെ അകത്ത് എന്താ കിട്ടാന്ന് നോക്കല്ല. ഓക്കെ, ഇതിവിടെ കറക്റ്റ് ആയിട്ട് വെക്കണം. ഓക്കെ, നൈസ്. ഇനി ലമ്മച്ചി വരുമ്പോ നമുക്ക് അടുത്ത പരിപാടി നോക്കണം. ഇതിന്റെ അകത്ത് അടിപൊളി. ഇപ്പൊ തീരുമാനവും. തള്ളച്ചി ഇപ്പൊ താഴേക്ക് പോയതേ ഇല്ല. ഈ സൗണ്ട് ഇട്ടിട്ട് ഇപ്പൊ വരും. മിക്കവാറും നമ്മുടെ കാര്യം തീരുമാനമാവുന്ന എനിക്ക് തോന്നുന്നു. കോക്ക് വീല് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കിട്ടി അടി കിട്ടി. പോയി അടിപൊളി ഗൈസ്. എന്ത് സംഭവിച്ച